നമസ്കാരം. വളരെ കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒന്നാണ് ആയുർവേദിക് മസാജ്. പലരും ആയുർവേദ മസാജ് സെന്ററുകളിൽ മറ്റൊക്കെ പോയി എടുക്കാറുണ്ട്. എന്നാൽ വളരെ ശാസ്ത്രീയമായി എങ്ങനെയാണ് ഈ അഭ്യംഗത്തെ കാണേണ്ടതെന്ന് നമുക്ക് നമ്മുടെ സീനിയർ ഫിസിഷ്യനായ ഡോക്ടർ ദിനേഷ് കുമാറിനോട് ചോദിച്ചറിയാം. സർ, എന്താണ് അഭ്യംഗം? എന്താണ് നമ്മുടെ ശാസ്ത്രത്തിൽ അഭ്യംഗത്തെ കുറിച്ച് പറയുന്നത്? അഭ്യംഗം എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എണ്ണ തേച്ച് കുളിക്കുക അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അത് ആയുർവേദത്തിൽ പറയുന്ന അഭ്യംഗമാചരേ നിത്യം സജരാശ്രമവാദഹാഹ ദൃഷ്ടി പ്രസാദ പുഷ്ടിയായു സ്വപ്നസു ത്വഗ്ധാർദ്ദികൾ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ അഭ്യംഗമാചരേ നിത്യം, അതിൽ ആദ്യം തന്നെ പറയുന്ന ദിവസവും നമുക്ക് ശീലിക്കാം. അഭ്യംഗമാചരേ നിത്യം സജരാശ്രമവാദ, ജരാനിരകളെ ജരയെ കുറയ്ക്കും. ജര കഴിഞ്ഞാൽ ഏജിങ് പ്രോസസ് എന്ന് പറയും. അതായത് വാർദ്ധക്യം വരുന്ന അവസ്ഥയെ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ജരാശ്രമവാദാഹ, വാദരോഗങ്ങൾ അല്ലെങ്കിൽ വാതാധിക്യമുള്ള ചില രോഗപ്രകൃതിയുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് ആ വാതാധിക്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അഭ്യംഗം ചെയ്യുന്നത് നന്നായിരിക്കും. ഇതിലെല്ലാം പ്രധാനം ദൃഷ്ടിപ്രസാദം. ദൃഷ്ടിപ്രസാദം എന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചശക്തി നല്ലോണം നിലനിർത്താൻ പറ്റും. കാഴ്ചശക്തി കുറയാതിരിക്കാനും ഒക്കെ ഇതിനൊരു സഹായകരമാകും. ഇതിനെ പുഷ്ടി കിട്ടും, ദേഹത്തിന് ഒരു പുഷ്ടി കിട്ടും, ഒരു പോഷണത്വം അല്ലെങ്കിൽ കുറച്ചൊരു ബലം കൂടെ പുഷ്ടി. സ്വപ്നം പറഞ്ഞാൽ ഉറക്കം, നല്ല ഉറക്കം കിട്ടും. നല്ലവണ്ണം ത്വക്കിന് നല്ല മാർദ്ദവം ഉണ്ടാവും, ത്വക്കിന് നല്ല പ്രഭയുണ്ടാവും, ധാർഢ്യം കിട്ടും, ത്വക്കിനൊരു ദൃഢതയും കിട്ടും, ഫേംനെസ്സും കിട്ടും. ഇതാണ് ഇതിന്റെ സാമാന്യം എന്ന് പറയുന്ന ചില ഗുണങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇത് കൂടാതെ പിന്നെ ചില കണ്ടീഷൻസ് നമുക്ക് വളരെ പ്രധാനമായി ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചും കൂടെ എടുത്തു പറയുന്നുണ്ടല്ലോ. ശരിയാണ്. അത് പറയുന്നുണ്ട്. ശിരശ്രവണപാദേഷു തം വിശേഷണ ശരി, പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ശിരസ് ശ്രവണം, അതായത് നമ്മുടെ ചെവിയിലെ എണ്ണ ഒഴിക്കുക, എണ്ണ നിർത്തുക എന്ന് വേണമെങ്കിൽ പറയാം. പാദേഷു, പാദങ്ങളിലും നമുക്ക് ഈ അഭ്യംഗം അല്ലെങ്കിൽ എണ്ണ തേക്കുന്ന പ്രക്രിയ വളരെയധികം ഗുണകരമാണ്. അപ്പോൾ തലയിൽ എണ്ണ തേക്കുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെൻസ് ഓർഗൻസും നമ്മുടെ ഉത്തമമായിട്ടുള്ള ശിരസിലാണുള്ളത്. ഇത് പൊതുവേ സാമാന്യ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ എണ്ണ തേച്ച് കുളി കൊണ്ട് ഉണ്ട്. തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് എല്ലാവർക്കും ശീലമാണ്. ഈ അടുത്ത കാലത്തൊക്കെയാണ് അങ്ങനത്തെ ഒരു രീതി കുറഞ്ഞു വന്നത്. പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചാൽ നമുക്കറിയാം, അവർ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അത് എല്ലാവരും ചെയ്തിരുന്നു. അവരൊക്കെ ഇപ്പം നമുക്ക് കണ്ടാൽ അറിയാം അവരുടെ കാഴ്ചശക്തിയിലുണ്ടാകുന്ന ഗുണവും. എത്ര പ്രായമായാലും സുഖമായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്നവരും പേപ്പർ വായിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ചെറിയ ആൾക്കാർക്ക് അതുണ്ടാവുന്നില്ല. അത് ഉണ്ടാവുന്നവരുണ്ടാവാം, അങ്ങനെ കാണുന്നുണ്ട്.